ഹായ് ഗൈസ്. സോ നിങ്ങളുടെ പാർട്ട് 2 ഫ്രാക്ടൽസ് കഴിഞ്ഞിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 വീഡിയോ ആണ്. സോ ഈ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ട്യൂട്ടോറിയലിൽ നിങ്ങൾ ചാർട്ട് ബേസ് ചെയ്തിട്ടൊന്നും കാണുന്നില്ല. നിങ്ങളെല്ലാം എന്താണ് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക് കോഴ്സ് എടുത്തവർക്ക് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ബട്ട് സ്റ്റിൽ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കാണുക. ബിക്കോസ് ഐ തിങ്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കാണും. അത്ര ഇല്ലെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കാണും. ഓക്കെ, ബിക്കോസ് ബേസിക്കലി അത് തന്നെയാണ്. സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫുൾ ഇരുന്ന് കാണുക. അത് SMC ഫ്രഷ് ആയിട്ട് എടുത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 അല്ല, എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സ്റ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ചാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒന്നും പഠിക്കുന്നില്ല, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുപോലെ പാർട്ട് 2 നിങ്ങൾ കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും പഠിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 എന്താണ് സപ്ലൈ എന്നും എന്താണ് ഡിമാൻഡ് എന്നും എങ്ങനെയാണ് ഇത് രണ്ടും വെച്ച് മാർക്കറ്റ് മൂവ് ആവുന്നതെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഹൗ ദ മാർക്കറ്റ് മൂവ്സ് ബിഡ് വേഴ്സസ് ആസ്ക്. പാർട്ട് 1 അതിൽ 9th ചാപ്റ്റർ. ആ ഒരു ചാപ്റ്ററും ഇതുമായിട്ട് കുറച്ച് ലിങ്ക് കാണും. ഓക്കെ, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മനസ്സിലാകുന്നത് കുറച്ച് പാടായിരിക്കും. അതുപോലെ ഇതുമായിട്ട് ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓഫ് കോഴ്സ് ഇതിലെല്ലാവരും തന്നെ 9th ചാപ്റ്റർ വരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കി എന്ന് തന്നെയാണ് നമ്മളുടെ കൺക്ലൂഷൻ. ദെയർഫോർ നമുക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റിനെയും പോലെ തന്നെ ഒരു നോർമലായിട്ടുള്ള ആളുകൾക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ്. ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ അധികം സ്റ്റോക്സ് വിൽക്കാനും വാങ്ങാനും വെച്ചേക്കുന്നു. അതുപോലെ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി കോയിൻസ് വാങ്ങാനും വിൽക്കാനും വെച്ചേക്കുന്നു. അതുപോലെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ പലതരത്തിലുള്ള കറൻസി പെയർസും മറ്റ് കറൻസി പെയർസിനെ അപേക്ഷിച്ചുകൊണ്ടുള്ള പ്രൈസ് വെച്ച് നമുക്ക് എന്താണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്നു. അതാണ് ട്രേഡിങ്, അല്ലെങ്കിൽ അതാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സിനെയും പോലെ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള മാർക്കറ്റിലെയും പോലെ ആളുകൾ ബൈയും സെല്ലും ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ദെയർഫോർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് മാർക്കറ്റ്സിനും ഒരേപോലെ തന്നെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ രണ്ട് ടേംസുമായിട്ട് ഫെമിലിയറൈസ് ആവണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് ടേംസ്, ഒന്ന് സപ്ലൈ, രണ്ട് ഡിമാൻഡ്. എന്താണ് സപ്ലൈ, എന്താണ് ഡിമാൻഡ്? സപ്ലൈ എന്ന് പറയുന്നത് പ്രോഡക്റ്റ്സ് ഫോർ സെയിൽ, അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചേക്കുന്ന കുറച്ച് സാധനം, അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ഉണ്ട്, ഇവിടെ നല്ല സോപ്പിൻ്റെ സപ്ലൈ ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ സോപ്പ് വിൽക്കാൻ വെച്ചേക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരുപാട് സോപ്പ് ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ ടേമാണ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ സോപ്പിന് നല്ല ഡിമാൻഡ് ഉണ്ട്, അതായത് ഈ ഒരു ഏരിയയിൽ സോപ്പ് മേടിക്കാനുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ ആളുകൾ കൂടുതലാണ്, സോപ്പിന് നല്ല ഡിമാൻഡുള്ള ഏരിയയാണ്. ഇതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റിലും സെയിം കൺസെപ്റ്റാണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ല് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബൈ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഓരോ പോയിന്റ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതുപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി നമുക്ക് കവർ ചെയ്ത് പോകാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ മെത്തേഡാണ്. അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്, പ്രൈസ് ആക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പ്രീഡിഫൈൻഡും രണ്ട് അഡാപ്റ്റീവും. അതിൽ പ്രീഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ടെക്സ്റ്റ് ബുക്കിൽ റൈറ്റ് ചെയ്ത് വെച്ചതുപോലെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ വന്നാൽ ഇങ്ങനെ എൻട്രി ചെയ്യണം, ആ ഒരു രീതിയിൽ. പിന്നെ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റ് കണ്ടീഷനിലും മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് മാർക്കറ്റോട് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ്. അപ്പോൾ ആ അഡാപ്റ്റീവ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് വെറും രണ്ട് സോൺസ് വരച്ച് H4 H1 എന്ന് വരച്ചിട്ട് അവിടെ നിന്ന് താഴോട്ട് പോകും മേളിലോട്ട് പോകും എന്ന് പറയുന്നതല്ല, മറിച്ച് ഒരു ഹോൾ ലോ തന്നെ അതിന് പുറകെ ഉണ്ട്. ഓക്കെ, സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ടേംസിനെ കുറിച്ച് നമ്മൾ നല്ലോണം ഫെമിലിയറൈസ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ കോണ്ടൻറ്റ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ബയേഴ്സും അതുപോലെ സപ്ലൈ എന്ന് പറയുന്നത് സെല്ലേഴ്സുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തൊട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഹൗ ദ മാർക്കറ്റ് മൂവ്സ് ബിഡ് വേഴ്സസ് ആസ്ക്, ഇങ്ങനെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും
ബയേഴ്സ് സെല്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞു തന്നായിരുന്നു. ഒരു ബയർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്റ്റോക്കിന് അല്ലെങ്കിൽ ഒരു അസറ്റിനെ ബൈ ചെയ്തുകൊണ്ട് അത് മുകളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഒരു സെല്ലർ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിനെ വിറ്റുകൊണ്ട് അത് താഴോട്ട് പോകുന്തോറും അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ഒരാളാണ്. എന്താണ് ലോങ്ങും ഷോർട്ടും എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, സോ അതിൽ ബയേഴ്സിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്, അതുപോലെ സെല്ലേഴ്സിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബയേഴ്സ് ഉള്ള ഒരു സോണായിട്ടും ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ഉള്ള സോണായിട്ടോ അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉള്ള സോണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിമാൻഡ് സോണിൽ ഒരുപാട് ബുൾസ് ഉണ്ട്, അതുപോലെ ഒരു സപ്ലൈ സോണിൽ ഒരുപാട് ബയേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ചുരുക്കിയുള്ളൊരു ഒരു കൺക്ലൂഷൻ. മനസ്സിലായില്ലേ? സോ ഡിമാൻഡ് മീൻസ് ബയേഴ്സ്, സപ്ലൈ മീൻസ് സെല്ലേഴ്സ്. ഒരു സ്ട്രോങ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് ഒരുപാട് ബയേഴ്സുള്ള ഏരിയ, ഒരു സ്ട്രോങ് സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഒരുപാട് സെല്ലേഴ്സുള്ള ഏരിയ. ഓക്കെ, സോ അതാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഒരു ബൈയിങ് വേഴ്സസ് സെല്ലിങ് കൺക്ലൂഷൻ. നൗ സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഡിമാൻഡ് ബയേഴ്സും സപ്ലൈ സെല്ലേഴ്സും ആണെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഇനി കുറച്ചും കൂടി ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ബൈ സൈഡ് ഡിമാൻഡ്, ഒന്ന് സെൽ സൈഡ് ഡിമാൻഡ്. രണ്ട് സെൽ സൈഡ് സപ്ലൈ, അത് കഴിഞ്ഞിട്ട് ബൈ സൈഡ് സപ്ലൈ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സപ്ലൈയും ഡിമാൻഡും ഉണ്ട്. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എനിവേസ് അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. സോ കണ്ടൻസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇത്രയുള്ളായിരുന്നു. ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സ്, സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ്. ആ ഒരു പേജ് കാര്യമായിട്ട് എടുക്കേണ്ട, അത് വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള പേജായിരുന്നു. ഓക്കെ, സോ സപ്ലൈ എന്ന് പറയുന്നത് ഫോർ സെയിലാണ്, ഡിമാൻഡ് എന്ന് പറയുന്നത് ഫോർ ബൈ ആണ്. ഓക്കെ, സോ സപ്ലൈ എന്ന് പറയുന്നത് സെല്ലേഴ്സ്, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ്. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വിൽക്കാൻ വെച്ചേക്കുന്ന ഈ സോണിൽ, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സോണിൽ വാങ്ങാൻ റെഡിയാണ്. ഓക്കെ, ഈ രണ്ട് രീതിയിലാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വർക്ക് ആവുന്നത്. സോ സപ്ലൈ എന്ന് പറയുന്നത് വിൽക്കാൻ വെച്ചേക്കുന്നു, ഡിമാൻഡ് എന്ന് പറയുന്നത് വാങ്ങിക്കാൻ വെച്ചേക്കുന്നു. ഓക്കെ, സോ സപ്ലൈ എന്ന് പറയുന്നത് ഫോർ സെയിൽ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഫോർ ബൈ. രണ്ടും ക്ലിയർ ആയേ? ഈ ഒരു കാര്യം ഒന്നും കൂടെ ഓർക്കുക. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ്, സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുൾസ് ഉള്ള സ്ഥലം, അതുപോലെ സ്ട്രോങ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബയേഴ്സ് ഉള്ള സ്ഥലം. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള ഒരു കോറിലേഷൻ്റെ ചെറിയൊരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ആക്ച്വലി വരുന്നത് ഒരു സൈക്ലിക് ചെയിൻ ആണ്. അതായത് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ആക്ച്വലി വേറൊന്നുമല്ല, ഇപ്പോൾ മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒന്ന് ബയേഴ്സ്, ഒന്ന് സെല്ലേഴ്സ്. ഓക്കെ, ഒന്ന് ബയേഴ്സ്, ഒന്ന് സെല്ലേഴ്സ്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ബേസ്ഡാണ് മൂവ് ചെയ്യുന്നത്. അതായത് എനിക്കൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ, അതായത് നിങ്ങൾ ബിഡ് ആൻഡ് ആസ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബിഡ് ആൻഡ് ആസ്കിൽ അതിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ എനിക്ക് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ പോയിട്ട് എനിക്കിപ്പോൾ 10 ബിറ്റ് കോയിൻ്റെ ആവശ്യമുണ്ട്. ഈ 10 ബിറ്റ് കോയിൻ എനിക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇന്ന റേറ്റിൽ മേടിക്കണമെങ്കിൽ ഇന്ന റേറ്റിൽ അത് വിൽക്കാൻ എനിക്ക് ആൾ വേണം. എങ്കിൽ മാത്രമേ എൻ്റെ ഓർഡർ അവിടെ ഫില്ലാവുള്ളൂ. ഓക്കെ, സോ നമ്മളൊരു കടയിൽ പോകുമ്പോൾ അവിടെ 50 രൂപയ്ക്ക് അരി കാണും, രണ്ടാമത്തെ കടയിൽ 60 രൂപയ്ക്ക് അരി കാണും, വേറെ കടയിൽ 40 രൂപയ്ക്ക് അരിയാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏത് ഏരിയയിൽ മേടിക്കണം എന്നുള്ളത് ഓപ്ഷനിലാണ്. മേ ബി 40 രൂപയുടെ അരി ഓൾറെഡി ആൾ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ എന്ത് പറ്റും? 50 രൂപയ്ക്ക് കാണുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അത് നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ നോർമൽ മാർക്കറ്റിനെ പോലെ തന്നെ പല ലെവൽസിലും ഓർഡേഴ്സ് കാണും. ആ ഒരു ഓർഡേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബൈയും സെല്ലും ചെയ്യുക. ഇതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നൗ എനിക്ക് ഒരു ബയർ എന്ന നിലയിൽ എനിക്കൊരു സ്പെസിഫിക് ലെവലിൽ ഇത്ര കോയിൻ അല്ലെങ്കിൽ ഇത്ര സ്റ്റോക്സ് വേണമെന്നുണ്ടെങ്കിൽ അതേ ലെവലിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഡിസൈർ ചെയ്യുന്ന ലെവലിൽ തന്നെ അത് വിൽക്കാൻ ആൾ വേണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു കോയിൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുവാണ് $10,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് 10 ബിറ്റ് കോയിൻ വേണമെങ്കിൽ $10,000 എന്ന പ്രൈസ് റേഞ്ചിൽ ഒരു സെല്ലർ വന്നിട്ട് $10,000 എത്തി ബിറ്റ് കോയിൻ, ഇനി ഞാനിത് ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് 10 ബിറ്റ് കോയിൻ എനിക്ക് സെല്ല് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ, എനിക്ക് സെല്ല് ചെയ്യാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിലോ എനിക്ക് ആ ഒരു ബിറ്റ് കോയിൻ ആ ലെവലിൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ സെല്ലർ പറയുന്ന റേറ്റിൽ ഞാനത് മേടിക്കേണ്ടിയൊക്കെ വരും. ഓക്കെ, നമ്മൾ മാർക്കറ്റ് ഓർഡറൊക്കെ ഇടുമ്പോൾ പലപ്പോഴും ഇട്ട പ്രൈസിനെക്കാട്ടിയും കുറച്ചുകൂടി ഡീവിയേറ്റ് ചെയ്ത് പോകും. കാരണം എന്ന് പറയുന്നത് പ്രൈസ് ഡീവിയേറ്റ് ആവും തോറും നമ്മുടെ ഓർഡർ എന്ത് ചെയ്യും, മാറി തൊട്ടടുത്തുള്ള സെല്ലേഴ്സിനും ബയേഴ്സിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഓർഡർ ഫില്ലാവുകയാണ് ചെയ്യുന്നത്.
ക്ലിയർ അല്ലേ? അതുപോലെ ഒരു സെല്ലറിനും സെയിം ആണ്. ഒരു സെല്ലറിന് ഇപ്പോൾ സെല്ലർ പറയുകയാണ് $20,000 എനിക്കിത് വിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സെൽ ഓർഡർ ഇടുമ്പോൾ ആ സെൽ ഓർഡർ $20,000 10 ബിറ്റ് കോയിൻ സെല്ല് ചെയ്യുമ്പോൾ $20,000 10 ബിറ്റ് കോയിൻ മേടിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ബയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സെൽ ഓർഡർ ഫില്ലാവുകയുള്ളൂ. സോ ഒരു ബയറിന് എപ്പോഴും ഒരു സെല്ലറിനെയും ഒരു സെല്ലറിന് എപ്പോഴും ഒരു ബയറിനെയും ആവശ്യമുണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ. അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ ഒരുപാട് മേജർ ക്രിപ്റ്റോ കറൻസികളും അതുപോലെ തന്നെ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് ആണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും അല്ലെങ്കിൽ അതിലുള്ള പല സ്റ്റോക്സ് ആയാലും ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അബണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആണ്. ബട്ട് സം കേസസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നൈജീരിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി അവിടെ വളരെ കുറവാണ്. അതായത് നമ്മൾ മേടിക്കുന്ന ലെവൽസിൽ ബയേഴ്സും സെല്ലേഴ്സും ഒന്നും കാണണമെന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എസ്പെഷ്യലി എടുത്ത് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഇഷ്ടം പോലെ ലിക്വിഡിറ്റി ആണ്. സോ ഒരു സ്കാൽപ്പറിനൊക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ള ലെവൽസിൽ എത്ര ബിറ്റ് കോയിൻ വേണമെങ്കിലും ഫില്ല് ചെയ്യാനുള്ള ആളുകളുണ്ട്. അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു നല്ല ലെവലിൽ ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റാണ് ബിറ്റ് കോയിൻ. ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല. സോ സെല്ലേഴ്സും ബയേഴ്സും കോറിലേറ്റഡ് ആണ്. ഒരു സെല്ലറിന് എപ്പോഴും ഒരു ബയറിനെ വേണം, ബയറിന് എപ്പോഴും ഒരു സെല്ലറിനെ വേണം. എങ്കിൽ മാത്രമേ മാർക്കറ്റ് മൂവ് ആവുള്ളൂ. ഓക്കെ, ഒരു സെല്ലർ ഉണ്ടെങ്കിൽ ബയറിന് കോയിൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ഇത് വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു സെല്ലറിന് ഒരു ബയർ ഉണ്ടെങ്കിൽ അത് വിൽക്കാനും പറ്റുള്ളൂ. ഒരു സെല്ലറിന് അവിടെ വിൽക്കണമെങ്കിൽ ബയറും വേണം, ബയറിന് അവിടെ മേടിക്കണമെങ്കിൽ സെല്ലറും വേണം. മനസ്സിലായില്ല? ഇതാണ് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് തമ്മിലുള്ള കോറിലേഷൻ. നൗ എഗെയിൻ ഇവിടെ വരുവാണ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സും, സപ്ലൈ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു സ്ലൈഡ് ഡിലീറ്റ് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, സോ നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ബയേഴ്സും സപ്ലൈ എന്ന് പറയുന്നത് സെല്ലേഴ്സും ആകുമ്പോൾ സെല്ലേഴ്സിനെയും ബയേഴ്സിനെയൊക്കെ നമ്മൾ ഒന്നും കൂടി നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ സപ്ലൈ ഡിമാൻഡും കോറിലേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് സപ്ലൈ ഫില്ലാവണമെങ്കിൽ ഡിമാൻഡും വേണം, ഡിമാൻഡ് ഫില്ലാവണമെങ്കിൽ സപ്ലൈ വേണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അതുപോലെ നമ്മളെ ബിഡ് ആൻഡ് ആസ്ക് തിയറിയും കൂടി കോറിലേറ്റ് ആവുന്നത്. സോ ഒന്നല്ലെങ്കിൽ ഒരു സെല്ലർ പ്രൈസ് താഴ്ത്തി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബയർ കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം. മനസ്സിലായില്ലേ? ആ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. സോ സെല്ലേഴ്സിന് ബയേഴ്സിനെ വേണം, ബയേഴ്സിന് സെല്ലേഴ്സിനെ വേണം. അതൊരു മാർക്കറ്റിൻ്റെ ഓവറോൾ പ്രിൻസിപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് തിയറിയിലേക്ക് പോകും. ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1. 2 പാർട്ടുണ്ട് ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്. അതിലെ പാർട്ട് 1 ആണിത്. ഓക്കെ, സോ ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡയറക്റ്റ്ലി കിടക്കാം. സോ നമ്മൾ അതിന് മുന്നേ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സിന് പഠിച്ചു, സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിന് പഠിച്ചു. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഫോർ സെയിൽ എന്ന് പഠിച്ചു, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഫോർ ബൈ എന്ന് പഠിച്ചു. സെല്ലേഴ്സും അതുപോലെ ബയേഴ്സും കോറിലേറ്റഡ് ആണെന്ന് പഠിച്ചു. സെല്ലേഴ്സിന് ബയേഴ്സ് ഉണ്ടെങ്കിൽ ഓർഡർ ഫിൽ ആവുള്ളൂ, ബയേഴ്സിന് സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ ഓർഡർ ഫിൽ ആവുള്ളൂ. അങ്ങനെയാണ് അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ലാ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡിലേക്ക് ഡയറക്റ്റ്ലി കിടക്കാം. നമ്മൾ ഏതൊരു ആസറ്റ് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോഴും നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു റൂളാണ് ബൈ ദ ലോസ് സെൽ ദ ഹൈസ്. എന്താണ് ബൈ ദ ലോസ്, എന്താണ് സെൽ ദ ഹൈസ്? മാർക്കറ്റിൽ ഇപ്പോൾ ലോ ഉണ്ട്, ഹൈ ഉണ്ട്. ഇത് ഹൈ, ഇത് ലോ, എച്ചും എല്ലും. ബൈ ദ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോയിൽ ബൈ ചെയ്യുക, സെൽ ദ ഹൈസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈസിൽ സെല്ല് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് ഒരു 2-3 മാർക്കറ്റ് എടുക്കുന്നു, നമ്മളെ ലോക്കൽ മാർക്കറ്റ്. ഇവിടെ ഓരോ സ്ഥലത്തും 1 kg ഷുഗർ ഞാൻ എടുക്കുവാണ്. ഒരു കടയിൽ 30 രൂപ, രണ്ടാമത്തെ കടയിൽ 32 രൂപ, മൂന്നാമത്തെ കടയിൽ 43 രൂപ. ഇതിൽ മൂന്നിലും ഏത് കടയിലായിരിക്കും നമ്മൾ ഒരു ബയർ എന്ന നിലയിൽ സഞ്ചരിക്കുമെന്ന് ചെല്ലുക? അഫ്കോഴ്സ് നമ്മൾ 30 രൂപ പെർ കിലോ ഉള്ള കടയിലായിരിക്കും പോവുക. ബിക്കോസ് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നത്. വൈസ് വേഴ്സ, ഇപ്പോൾ ഒരു സെല്ലർ നോക്കുമ്പോൾ 5 രൂപയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു സാധനം ആവട്ടെ, 5 രൂപയിൽ മേടിക്കാൻ ആളുണ്ട്, 10 രൂപയിൽ മേടിക്കാൻ ആളുണ്ട്, 15 രൂപയിൽ മേടിക്കാൻ ആളുണ്ട്. ഞാൻ സ്വാഭാവികമായും ആർക്ക് വിൽക്കും? അഫ്കോഴ്സ് ഞാൻ ഈ 15 രൂപ തരുന്ന ആൾക്കേ വിൽക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രീമിയം പ്രൈസ് പേ ചെയ്യുന്ന ആൾക്കായിരിക്കും വിൽക്കാൻ നോക്കുന്നത്. അവിടെയാണ് എനിക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? സോ അതാണ് നമ്മളുടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ബയേഴ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിനെ നോക്കിയും അതുപോലെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് പ്രീമിയത്തിനെ നോക്കിയും ആക്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, ബൈ ദ ലോസ് അതുപോലെ സെൽ ദ ഹൈസ്, അതിലൊന്നും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ബൈ ദ ലോസ് എന്ന് പറയുന്നത് ബയേഴ്സ് വിൽ ലുക്ക് ടു ബൈ അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് പോസിബിൾ, ഡിസ്കൗണ്ട്.
ബയേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ, ഇപ്പോൾ 10 രൂപയ്ക്കും 15 രൂപയ്ക്കും അതുപോലെ 8 രൂപയ്ക്കും എല്ലാം നമുക്കൊരു സാധനം മേടിക്കാൻ ഇട്ടേക്കുന്നെങ്കിൽ ബയേഴ്സ് എപ്പോഴും കുറഞ്ഞ വിലയിലേ നോക്കുകയുള്ളൂ, മനസ്സിലായില്ലേ? അതുപോലെ നമ്മളെപ്പോഴും എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ അട്രാക്റ്റഡ് ആണ്. ബയേഴ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിലോട്ട് അട്രാക്റ്റഡ് ആണ്. നമുക്ക് ഹയർ പ്രൈസിൽ മേടിക്കുന്ന ഇഷ്ടമാണോ? ഒരിക്കലുമില്ല. നമുക്കെപ്പോഴും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഇഷ്ടം. ഇപ്പോൾ ആമസോണിൽ തന്നെ ഒരു ബൈ 1 get 1 ഫ്രീ ഓഫർ നാളെ വരും. ഇന്ന് ഒരെണ്ണം മേടിച്ചാൽ ഒരെണ്ണം കിട്ടുള്ളൂ. നമ്മളെന്ത് ചെയ്യും? നാളത്തേക്ക് വെയിറ്റ് ചെയ്യും. മനസ്സിലായില്ല? അത് നമ്മുടെ ബയേഴ്സിൻ്റെ ഒരു നേച്ചറാണ്. നൗ വി വിൽ നോട്ട് ബൈ അറ്റ് എ ഹയർ പ്രൈസ് ബിക്കോസ് വി വിൽ വെയിറ്റ് ഫോർ എ ഡിസ്കൗണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൈ 1 get 1 ഫ്രീയുടെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരെണ്ണമായിട്ട് മേടിക്കുന്ന എന്തിനാ? നാളെ ആകുമ്പോഴത്തേക്ക് 2 എണ്ണം കിട്ടത്തില്ലേ? മനസ്സിലായില്ലേ? സോ നമ്മളെപ്പോഴും ഹയർ പ്രൈസസ് മേടിക്കാൻ താല്പര്യപ്പെടുന്നവരല്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യും? ലോവർ പ്രൈസസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ലോവർ പ്രൈസിൽ മേടിക്കാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അതുപോലെ ഹയർ പ്രൈസിൽ ആളുകൾക്ക് മേടിക്കാനുള്ള താല്പര്യം കുറയും. മനസ്സിലായില്ലേ? അതുപോലെ സെൽ ദ ഹൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലേഴ്സ് വിൽ ലുക്ക് ടു സെൽ അറ്റ് ദ ഹയസ്റ്റ് പ്രൈസ്, ദെയർഫോർ പ്രീമിയം. സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 5 രൂപയിലും തനിക്ക് വിൽക്കാൻ പറ്റും, 10 രൂപയിലും വിൽക്കാൻ പറ്റും, 20 രൂപയിലും വിൽക്കാൻ പറ്റും. എന്ത് ചെയ്യും? മാക്സിമം പ്രോഫിറ്റ് എയിം ചെയ്തുകൊണ്ട് 20 രൂപയിലായിരിക്കും ഞാൻ വിൽക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം ഞാൻ എപ്പോഴും പ്രീമിയത്തിനെ നോക്കിയായിരിക്കും നിൽക്കുന്നത്. ഏറ്റവും പ്രീമിയം പ്രൈസ് ആരാണ് പേ ചെയ്യുന്നത് അവർക്കായിരിക്കും അത് വിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ, ഓപ്ഷൻ മാർക്കറ്റ് തിയറിയിൽ ഇതൊക്കെയാണ് വരുന്നത്. ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഓപ്ഷനിൽ 10 രൂപ, ഓക്കെ, ഒരു തരം, 2 തരം, അപ്പോൾ വേറൊരാൾ 15 രൂപ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷണർ എപ്പോഴും എന്ത് ചെയ്യും? ഏറ്റവും ഹയർ പ്രൈസിൽ പേ ചെയ്യുന്ന ആൾക്ക് അത് ലോക്ക് ചെയ്യാനായിട്ട് നോക്കും. സോ 15 മാറി 30ആയി, 40ആയി, 50ആയി, ഇങ്ങനെ പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് പേ ചെയ്യുന്ന ആൾക്കായിരിക്കും ആ ഒരു ഓപ്ഷണർ വിൽക്കുന്നത്. ബിക്കോസ് അതായിരിക്കും അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ. സോ 10 രൂപ കൊടുക്കാൻ 50 രൂപ കൊടുക്കുന്ന ഒരാൾ റെഡി ആണെങ്കിൽ 50 രൂപ കൊടുക്കും. കാരണം അവിടെ 40 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ 40 രൂപ ഇയാൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. മനസ്സിലായില്ലേ? സോ സെല്ലേഴ്സ് വിൽ ലുക്ക് ടു സെൽ അറ്റ് ദ ഹയസ്റ്റ് പ്രൈസ് പോസിബിൾ, ദെയർഫോർ പ്രീമിയം. സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പ്രൈസിൽ വിറ്റ് കാശുണ്ടാക്കാൻ നിൽക്കുന്നവരാണ്. ഓക്കെ, നൗ വി വിൽ നോട്ട് സെൽ അറ്റ് ദ ലോവർ പ്രൈസസ് ബിക്കോസ് വി വിൽ വെയിറ്റ് ഫോർ ദ പ്രീമിയം. നമുക്ക് 5 രൂപയിലും 15 രൂപയിലും 20 രൂപയിലൊക്കെ വിൽക്കാം. ആരെങ്കിലും 5 രൂപയെ കൊണ്ട് വെച്ച് വിൽക്കുമോ? ഇല്ല, അവർ വെയിറ്റ് ചെയ്യും. കാരണം ലോവർ പ്രൈസസിൽ വിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അവരെപ്പോഴും ഹയർ പ്രൈസസിൽ വിൽക്കാനായിരിക്കും നോക്കുന്നത്. മനസ്സിലായില്ലേ? സോ നമ്മളെല്ലാവരും ഒരു ബയർ എന്ന നിലയിൽ ലോവർ പ്രൈസസിൽ മേടിക്കാനും ഹയർ പ്രൈസസിൽ വിൽക്കാൻ ലോവർ പ്രൈസസിൽ മേടിക്കാൻ നോക്കുന്ന ആളുകളാണ്. സെല്ലർ എന്ന നിലയിൽ ഹയർ പ്രൈസസിൽ വിൽക്കാൻ നോക്കുന്ന ആളുകളാണ്. പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും തോറും നമുക്ക് ബൈ ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും തോറും സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. മനസ്സിലായില്ലേ? ഇനി SD സൈക്കോളജി #1. വളരെ ഈസി ആയിട്ട് 8 മിനിറ്റ് കൊണ്ട് എനിക്കൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എങ്ങനെ വരയ്ക്കണമെന്നും അതുകൊണ്ട് എങ്ങനെ ട്രേഡ് എടുക്കണമെന്നൊക്കെ 2-3 വീഡിയോസ് കൊണ്ട് അങ്ങ് തീർക്കാൻ പറ്റും. ബട്ട് ഈ പറഞ്ഞ പോലെ SD സൈക്കോളജി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു മാർക്കറ്റ് മേക്കറിന് അടുത്തോളം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ SD സൈക്കോളജി #1 ഞാൻ 2 പേഴ്സൺസിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒന്നൊരു മെയിൽ, രണ്ടൊരു ഫീമെയിൽ. അത് നിങ്ങൾ കാര്യമാക്കേണ്ടത് ആരായാലും. ഓക്കെ, സോ ഫസ്റ്റിനെ നമ്മൾ ഒരു ബയറായിട്ടും സെക്കൻഡിനെ നമ്മൾ ഒരു സെല്ലറായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ബയർ, ഇതാണ് നമ്മുടെ സെല്ലർ. ഓക്കെ, നമ്മുടെ ബയറിൻ്റെ ഒരു സൈക്കോളജി ആലോചിച്ച് നോക്കണം. ബയർ ഒരു മാർക്കറ്റിൽ എൻട്രി ചെയ്യുവാണ്. ഈ ഒരു മാർക്കറ്റിൽ ആപ്പിളാണ് വിൽക്കാൻ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഓണിയൻസ് ആണ് വിൽക്കാൻ വെച്ചേക്കുന്നത്. ഓണിയൻ മാർക്കറ്റാണ് ഇത്. ഉള്ളി വിൽക്കുന്ന മാർക്കറ്റാണ്, അല്ലെങ്കിൽ സവാള വിൽക്കുന്ന മാർക്കറ്റാണ്. ഓക്കെ, സോ ഇതൊരു ഓണിയൻ മാർക്കറ്റാണ്. നമ്മളിവിടെ ഓണിയൻ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്ന 2 ആളുകളാണ് എടുത്തേക്കുന്നത്. ഈ ഫസ്റ്റ് ആൾ പറയുവാണ്, SD സൈക്കോളജി #1 ആണ്, #2 നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഫസ്റ്റ് ആൾ പറയുവാണ്, ഐ വിൽ ബൈ ഓണിയൻസ് അറ്റ് 40 to 60 rupees per kilo. അതായത് ഞാൻ ഇന്ന് ഉള്ളിയുടെ വിലയൊക്കെ ഞാൻ പത്രത്തിൽ നോക്കിയതാണ്. 40 to 60 രൂപ ഫെയർ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ ഒരു റേറ്റിലായിരിക്കും ഞാനിത് മേടിക്കാൻ നോക്കുന്നത്. സോ 40 to 60 എന്ന് പറയുന്ന റേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റേറ്റാണ്. അവിടെ ആയിരിക്കും ഞാൻ മേടിക്കാൻ നോക്കുന്നത്. നൗ തൊട്ടപ്പുറത്ത് സെല്ലറിൻ്റെ മൈൻഡ് സെറ്റാണ് കാണിക്കുന്നത്. ഐ വിൽ സെൽ ഓണിയൻസ് അറ്റ് 70 to 80 rupees per kilo. സോ ഞാനും പത്രത്തിലൊക്കെ നോക്കിയതാണ്. പല ഏരിയയിലും 80 to 90 രൂപയിലൊക്കെയാണ് വിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, 70 to 80 രൂപ ഫെയർ വാല്യൂ ഇട്ട് നമുക്ക് ഇതങ്ങ് വിൽക്കാം. അപ്പോൾ ഒരു ബയർ 40 to 60 രൂപയിൽ മേടിക്കാൻ നിൽക്കുവാണ്, ഒരു സെല്ലർ 70 to 80 രൂപയിൽ വിൽക്കാൻ നിൽക്കുവാണ്. ഇതാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. ബയർ എപ്പോഴും ലോവസ്റ്റ് പ്രൈസിൽ മേടിക്കാൻ നോക്കുന്നു, സെല്ലർ എപ്പോഴും ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കാൻ നോക്കുന്നു. മനസ്സിലായില്ലേ?
ഓക്കെ, ഇനി നമുക്ക് എസ് ഡി സൈക്കോളജി #1 #2 #1 നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബയേഴ്സ് എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രൈസ്, അതിൽ 40 to 60 രൂപ പെർ കിലോ നോക്കുന്നു. സെല്ലേഴ്സ് എന്ന് പറയുന്നത് 70 to 80 രൂപ റേറ്റിൽ മേടിക്കാൻ നോക്കുന്നു. മനസ്സിലായില്ലേ? ഇനി എസ് ഡി സൈക്കോളജി #2 പോകാം. 2 ഇവരുടെ രണ്ടാമത്തെ മൈൻഡ് സെറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റിൽ എങ്ങനെ മേടിക്കുമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തത്, 2 എങ്ങനെ മേടിക്കത്തില്ല എന്ന് പ്ലാൻ ചെയ്യുവാണ്. ഐ വിൽ നോട്ട് ബൈ ഓണിയൻസ് ഇഫ് ഇറ്റ്സ് മോർ ദാൻ 60 റുപ്പീസ്. ബയർ പറയുവാണ് 60 രൂപ വരെ ഞാൻ പോകാൻ തയ്യാറാണ്. കണ്ടോ, 40 to 60 രൂപ വരെ പോകാൻ തയ്യാറാണ്. അതായത് ബിഡ് ആൻഡ് ആസ്ക് തിയറി പഠിച്ചവർക്ക് 60 ഇയാളുടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത്, തൊട്ടിപ്പുറത്ത് 70 ഇവരുടെ ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ വിൽ നോട്ട് ബൈ ഓണിയൻസ് ഇഫ് ഇറ്റ്സ് മോർ ദാൻ 60 റുപ്പീസ്. ഞാൻ 40 to 60 രൂപ വരെ പേ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ 60 രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. 60 രൂപ വരെയാണ് മാക്സിമം ഞാൻ പോകുന്നത്. അതിൽ കൂടുതലാണ് സവാളയുടെ പ്രൈസ് എങ്കിൽ എനിക്ക് സവാള മേടിക്കാൻ താല്പര്യമില്ല. തൊട്ടിപ്പുറത്ത് സെല്ലറിൻ്റെ ഒരു രണ്ടാമത്തെ മൈൻഡ് സെറ്റ് കാണിക്കുവാണ്. ഐ വിൽ നോട്ട് സെൽ ഓണിയൻസ് ഇഫ് ഇറ്റ്സ് ലെസ് ദാൻ 70 റുപ്പീസ്. സോ 70 to 80 റുപ്പീസ് പെർ കിലോ വെച്ച് കൊടുക്കാനാണ് ഈ സെല്ലർ നിൽക്കുന്നത്. ബട്ട് 70 രൂപ താഴ്ത്തി കൊടുക്കാനായിട്ട് ഇയാൾക്ക് തയ്യാറല്ല. സോ 69 രൂപയിലും ഒക്കെ വിൽക്കാനും തയ്യാറല്ല. ഒരു 70 രൂപ മിനിമം കിട്ടിയെങ്കിൽ മാത്രമേ ഇയാൾ ഉള്ളി വിൽക്കുള്ളൂ. മേ ബി ഇയാൾ 60 രൂപയ്ക്ക് മേടിച്ചായിരിക്കാം, മേ ബി ഇയാൾ 50 രൂപയ്ക്ക് മേടിച്ചായിരിക്കാം. സോ അത് സെല്ലറിൻ്റെ ഇഷ്ടമാണ്. സോ എനിവേസ് ബയർ കൂടുതൽ പ്രൈസ് പേ ചെയ്യാനും തയ്യാറല്ല, സെല്ലർ എന്ന് പറയുന്നത് കുറഞ്ഞ പ്രൈസിൽ വിൽക്കാനും തയ്യാറല്ല. മനസ്സിലായില്ലേ? ഇവർ രണ്ടുപേരും സൈക്കോളജി നിങ്ങൾ ആലോചിക്കണം. ബയർ ലോവസ്റ്റ് പ്രൈസിൽ മേടിക്കാനും ഹയസ്റ്റ് പ്രൈസിൽ മേടിക്കാതിരിക്കാനും നോക്കുന്നു. സെല്ലർ ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കാനും ലോവസ്റ്റ് പ്രൈസിൽ വിൽക്കാതിരിക്കാനും നോക്കുന്നു. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 ഡയറക്റ്റ്ലി നമ്മൾ കിടക്കുന്നത്. ഈ 2 എസ് ഡി സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കും. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2. പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പാർട്ട് 1 ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോടെ ഞാൻ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ബയേഴ്സ് വിൽ ലുക്ക് ടു ബൈ അറ്റ് ദ ലോവസ്റ്റ് പ്രൈസസ് പോസിബിൾ. സോ ഒരു ബയർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ലോവസ്റ്റ് പ്രൈസസിലായിരിക്കും ഒരു അസറ്റ് മേടിക്കാൻ നോക്കുന്നത്. ലോവസ്റ്റ് പ്രൈസിൽ ഞാൻ ബൈ ചെയ്യാൻ നോക്കും. ഒരു സെല്ലർ എന്ന നിലയിൽ ഞാൻ ഹയസ്റ്റ് പ്രൈസസിലായിരിക്കും അത് വിൽക്കാൻ നോക്കുന്നത്. നേരത്തെ പറഞ്ഞതാണ്. സോ ബയേഴ്സ് വിൽ ലുക്ക് ടു ബൈ അറ്റ് ദ ലോവസ്റ്റ് പ്രൈസസ് പോസിബിൾ ആൻഡ് സെല്ലേഴ്സ് വിൽ ലുക്ക് ടു സെൽ അറ്റ് ദ ഹയസ്റ്റ് പ്രൈസസ് പോസിബിൾ. ആദ്യം തൊട്ടേ പറഞ്ഞു വരികയാണ്, ബയേഴ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടോട്ട് അട്രാക്റ്റഡ് ആണ്, സെല്ലേഴ്സ് എന്ന് പറയുന്നത് പ്രീമിയം ആയിട്ട് അട്രാക്റ്റഡ് ആണ്. ദ ലോവർ ദ പ്രൈസ് മോർ ബയേഴ്സ് വിൽ എൻ്റർ ദ മാർക്കറ്റ്. പ്രൈസ് കുറയും തോറും ഒരുപാട് ബയേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യും, കാരണം അവർക്കൊരു ഡിസ്കൗണ്ട് കിട്ടുവാണ് മാർക്കറ്റിൽ. ദ ഹയർ ദ പ്രൈസ് ദ മോർ സെല്ലേഴ്സ് വിൽ എൻ്റർ ദ മാർക്കറ്റ്. പ്രൈസ് കൂടുന്തോറും സെല്ലേഴ്സ് ആയിരിക്കും അവിടെ ആക്ടിവേറ്റ് ആവുന്നത്, കാരണം അവർക്ക് അവിടെ ഒരുപാട് പ്രോഫിറ്റ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവരിപ്പോൾ അവിടെ മേടിക്കാൻ തയ്യാറല്ല, ദെയർഫോർ വിൽക്കാനായിട്ട് ആളുകൾ റെഡി ആവുകയാണ്. ദ ഹയർ ദ പ്രൈസ് ബയേഴ്സ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ്, ദെയർഫോർ ലോ ഡിമാൻഡ്. പ്രൈസ് കൂടുന്തോറും ആളുകൾക്ക് മേടിക്കാനുള്ള ടെൻഡൻസി കുറയും, ദെയർഫോർ ഡിമാൻഡ് കുറയും. ദ ലോവർ ദ പ്രൈസ് സെല്ലേഴ്സ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ്, ദെയർഫോർ ലോ സപ്ലൈ. കുറഞ്ഞ വിലയിൽ ആ സെല്ലേഴ്സ് വിൽക്കാനായിട്ട് റെഡി ആകത്തില്ല, അപ്പോൾ അവിടെ ലോ സപ്ലൈ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ബയേഴ്സ് വിൽ ലുക്ക് ടു ഗെയിൻ മാക്സിമം പ്രോഫിറ്റ്സ് ബൈ ബൈയിങ് ദ ലോസ്. അതുപോലെ ബയേഴ്സ് എന്ന് പറയുന്നത് കുറഞ്ഞ വിലയിൽ മേടിച്ച് ഏറ്റവും മാക്സിമം വിലയിൽ വിൽക്കാൻ നോക്കുന്നവരായിരിക്കും. അതുപോലെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം വിലയിൽ വിറ്റ് കുറഞ്ഞ വിലയിൽ മേടിക്കാൻ നോക്കുന്നവരായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 വരുന്നത്. സോ ദ ഹയർ ദ പ്രൈസ് ബയേഴ്സ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ്, ദെയർഫോർ ലോ ഡിമാൻഡ്. ദ ലോവർ ദ പ്രൈസ് സെല്ലേഴ്സ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ്, ദെയർഫോർ ലോ സപ്ലൈ. സോ പ്രൈസ് കൂടുന്തോറും സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടും. പ്രൈസ് കുറയും തോറും സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, ബയേഴ്സിന് ഇൻട്രസ്റ്റ് കൂടും. കാരണം രണ്ടുപേരും ഡിസ്കൗണ്ട് പ്രീമിയം ആയിട്ട് ടാലീഡ് ആണ്. മനസ്സിലായില്ലേ? സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഇൻ ജനറൽ, അതായത് നമുക്ക് വളരെ ജനറലായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് പോകാം. ദ ഹയർ ദ പ്രൈസ് ദ മോർ സെല്ലേഴ്സ് വിൽ എൻ്റർ ദ മാർക്കറ്റ്. പ്രൈസ് കൂടുന്തോറും സെല്ലേഴ്സ് ഒരുപാട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യും. ദ ഹയർ ദ പ്രൈസ് ലെസ് ബയേഴ്സ്. പ്രൈസ് കൂടുന്തോറും ബയേഴ്സിൻ്റെ ഒരു ബൈയിങ് ടെൻഡൻസി കുറയും. ലോവർ പ്രൈസ് ഈസ് ഈക്വൽ ടു മോർ ബയേഴ്സ്. അതായത് പ്രൈസ് കുറയും തോറും ബയേഴ്സിൻ്റെ ഒരു ഇത് കൂടും, കാരണം ബയേഴ്സിന് ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുവാണ്. ദ ലോവർ ദ പ്രൈസ് ദർ വിൽ ബി ലെസ് സെല്ലേഴ്സ്. അതായത് പ്രൈസ് കുറയും തോറും സെല്ലേഴ്സിന് വിൽക്കാനുള്ള ടെൻഡൻസി കുറയും, കാരണം അവർക്കത് ലേറ്റർ പിന്നെ വലിയൊരു വിലയിൽ വിറ്റ് വലിയ പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. മനസ്സിലായി? ഇത്രയാണ് നമ്മളെ ജനറലായിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡിലെ കാര്യങ്ങൾ. ഇനി എസ് ഡി സൈക്കോളജി #1 ഞാനൊരു ചാർട്ട് പ്ലോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാണ്. നേരത്തെ നമ്മൾ വളരെ ഈസി ആയിട്ട് 2 ആളുകളെ വെച്ച് ഡിസ്കസ് ചെയ്തു, അതേ സെയിം കാര്യമാണ് നമ്മളിവിടെ ഇത് വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ നിൽക്കുവാണ്.
ഈ ഒരു ലെവലിൽ ബയറിൻ്റെ ബയറിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ബൈ ചെയ്യാം, ഡിസ്കൗണ്ടാണ് നിൽക്കുന്നത് എന്നായിരിക്കും. അത് കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു ബയർ ഓട്ടോമാറ്റിക്കലി സെല്ലറായിട്ട് മാറും. കാരണം ഈ ഒരു ബയറിന് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഹയർ പ്രൈസസിൽ ഈ ഒരു ബയർ സെല്ലറായിട്ട് മാറും. ദെയർഫോർ അവർ അവിടെ നിന്ന് സെല്ല് ചെയ്യാനായിരിക്കും നോക്കുന്നത്. സോ കുറഞ്ഞ വിലയിൽ മേടിക്കാൻ നോക്കും, ഉയർന്ന വിലയിൽ വിൽക്കാനും നോക്കും. ഇനി SC സൈക്കോളജി #2 ഞാൻ ചാർട്ട് വെച്ചെടുത്തതാണ്. രണ്ടാമത്തെ സൈക്കോളജി, അതായത് ഐ ആം നോട്ട് സെല്ലിങ് ഹിയർ, ഇറ്റ്സ് ടു ചീപ്പ്. ഇവിടെ ഒരു ബയർ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഹാപ്പി ആയിട്ട് അത് മേടിച്ചേനെ. ബട്ട് ഇവിടെ ഒരു സെല്ലറാണ് ഇപ്പോൾ ഉള്ളത്. ആ സെല്ലർ പറയുകയാണ് ഇവിടെ ഭയങ്കര ചീപ്പാണ്, ഈ ഒരു ഏരിയയിൽ എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല. ഈ സെല്ലർ വെയിറ്റ് ചെയ്യുവാണ്, മേ ബി ഇവിടെ എത്തുമ്പോൾ വിൽക്കുമായിരിക്കും. ബട്ട് ഉയരങ്ങളിലേക്ക് എത്തി, അപ്പോൾ താഴെ മേടിക്കാത്ത ആ ബയർ മുകളിൽ എത്തിയിട്ട് പറയുകയാണ് ഐ ആം നോട്ട് ബൈയിങ് ഹിയർ, ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇവിടെ മേടിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള പ്രൈസാണ്, ഇതിന് ഡിസ്കൗണ്ടിലേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന് നിരക്കാത്ത പണിയാണ്, നമുക്കിത് ഇവിടെ മേടിച്ചാൽ മുതലാവത്തില്ല. അങ്ങനെ ഈ ഒരു ബയറും പറയുവാണ്. മനസ്സിലായില്ലേ? സോ ഒരു സെല്ലർ എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രൈസസിൽ മേടിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഒരു ബയർ എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രൈസസിൽ മേടിക്കാനും താല്പര്യപ്പെടുന്നില്ല. അവർ രണ്ടുപേരും ഡിസ്കൗണ്ട് പ്രീമിയം ആയിട്ട് ടാലിഡാണ്. മനസ്സിലായില്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ജനറലായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ടൊരു കാര്യം, ലോവർ പ്രൈസിൽ ഒരു ബയർ മേടിക്കുമ്പോൾ ഹയർ പ്രൈസിലെത്തുമ്പോൾ ആ ബയർ സെല്ലറായിട്ട് കൺവേർട്ട് ആവുന്നു. ഒരു ഹയർ പ്രൈസിൽ ഒരു സെല്ലർ വിൽക്കുമ്പോൾ താഴോട്ട് പോകുമ്പോൾ ആ സെല്ലർ പിന്നെ താഴെ പോകുമ്പോൾ ബയറായിട്ട് കൺവേർട്ട് ആവുന്നു. മനസ്സിലായില്ലേ? ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ സൈക്കോളജി 2 നമ്മൾ കവർ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, അതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. സോ നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം, അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം ദ ബാലൻസ്, അതായത് നമ്മളെ പാർട്ട് 2 ജസ്റ്റ് പാർട്ട് 1 ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കഴിഞ്ഞു, പാർട്ട് 2 ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കഴിഞ്ഞു. നമുക്ക് ലാസ്റ്റ് കൺസെപ്റ്റിലേക്ക് പോകാം, മാർക്കറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ പഠിച്ചായിരുന്നു ഒരു ബയർ എന്ന നിലയിൽ നമുക്ക് ലോവസ്റ്റ് പ്രൈസിൽ മേടിക്കാനാണ് താല്പര്യം, സെല്ലർ എന്ന നിലയിൽ ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കാനാണ് താല്പര്യം, എക്സെട്ര. ഇത് വെച്ചുകൊണ്ട് മാർക്കറ്റ് ബാലൻസ് അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പ്രൈസ് വിൽ നോട്ട് ഓൾവേസ് പമ്പ് ആൻഡ് പ്രൈസ് വിൽ നോട്ട് ഓൾവേസ് ഡംപ്. ദർ വിൽ ഓൾവേസ് ബി എ ബാലൻസ്. നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഷുറൂന്നും പറഞ്ഞ് പ്രൈസ് ഇങ്ങനെ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളവിടെ പറയും പ്രൈസ് ഇപ്പോൾ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസിൻ്റെ ഒരു കറക്ഷൻ വരും. കാരണം ഇങ്ങനെ പ്രൈസ് പോകാനുള്ള ഇതൊരു ഹെൽത്തി അല്ലെന്ന് പറയും. എന്തുകൊണ്ട് ഹെൽത്തി അല്ല? സോ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കത്തില്ല. കാരണം എന്താണ്? ഓരോ തവണ മുകളിലോട്ട് പോകുമ്പോഴും സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടി വരുവാണ്, ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറയുമ്പോഴും സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടുമ്പോഴും ഓട്ടോമാറ്റിക്കലി അവിടെ സെല്ലേഴ്സിൻ്റെ പവർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായേ പറ്റൂ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു സാധനം അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അസറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ബയർ എന്ന നിലയിൽ അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കുറയുവാണ്, സെല്ലർ എന്ന നിലയിൽ ഇൻട്രസ്റ്റ് കൂടുവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ബയർ സെല്ലറിന് വേണ്ടി വഴി കൊടുക്കും, സെല്ലർ ബയറിനെ മാറ്റി തിരിച്ച് മാർക്കറ്റിലേക്ക് കയറും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു അസറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, അതുപോലെ ബയേഴ്സിന് ഇൻട്രസ്റ്റ് കൂടും. ദെയർഫോർ സെല്ലേഴ്സ് ലാസ്റ്റ് പറയും എനിക്ക് ഇനി ഇവിടെ നിന്ന് വിൽക്കാൻ വയ്യ, ഇത്ര ലോ പ്രൈസിൽ വിൽക്കാൻ വയ്യ. അപ്പോൾ ബയർ പറയുകയാണ് ഇത്ര ലോ പ്രൈസിൽ എനിക്ക് മേടിക്കാൻ താല്പര്യമുണ്ട്. ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? അവിടെ നിന്ന് മാർക്കറ്റ് പമ്പാവും. ഇങ്ങനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു ആസെറ്റ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കത്തില്ല, അതുപോലെ താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കത്തില്ല. എപ്പോഴും അവിടെ ഒരു ഹെൽത്തി കറക്ഷൻ വരും, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാലൻസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഒരിക്കലും മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കത്തില്ല, പ്രൈസ് ഒരിക്കലും താഴോട്ടും പോയിക്കൊണ്ടിരിക്കത്തില്ല. എപ്പോഴും അവിടെ ഒരു കറക്ഷൻ വന്ന് പല രീതിയിലുള്ള ഹയർ ഹൈസും ലോ ലോസും ഒക്കെ വന്ന് ഒരു ഹെൽത്തി കറക്ഷൻ വന്നൊക്കെ നമ്മൾ മാർക്കറ്റ് എന്ത് ചെയ്യും? മുകളിലോട്ടോ താഴോട്ടോ സഞ്ചരിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം തിയറി. Market equilibrium is a state where market is neither in the hands of buyers nor in the hands of sellers. Equilibrium state can also be referred to indecision caused after expansion, a heavy price movement. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബയേഴ്സിൻ്റെ കയ്യിലുമല്ല മാർക്കറ്റ്, സെല്ലേഴ്സിൻ്റെ കയ്യിലുമല്ല മാർക്കറ്റ്. ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഇത്ര നേരം ബയേഴ്സ് ആയിരുന്നു, അത് കഴിഞ്ഞിപ്പോൾ സെല്ലേഴ്സ് എൻ്റർ ചെയ്തു. ദെൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടിന് 50% ആ ലെവലിലാണ്. ഈ ഒരു ലെവലായിട്ട് പ്രൈസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് പ്രൈസ് എത്തുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും നമ്മളൊരു ഇൻഡിസിഷൻ വരും. ഇവിടെ നിന്ന് ആര് പുഷ് ചെയ്യാം?
സോ അത് കഴിഞ്ഞിട്ട് അവിടെ ഡിസിഷൻ എടുക്കണം ഏതെങ്കിലും ഒരു പാർട്ടി. അപ്പോഴാണ് നമ്മളവിടെ ഒരു ഡിസിഷൻ എടുത്തെന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എപ്പോഴും പ്രൈസ് ഇൻഡെസിസീവ് ആയിരിക്കും. അതുപോലെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ക്യാൻ ഓൾസോ ബി റെഫേർഡ് ടു ഇൻഡിസിഷൻ കോസ്ഡ് ആഫ്റ്റർ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെവി പ്രൈസ് മൂവ്മെൻറ്റേജാണ്. മൂവ്മെൻറ്റ് ഓക്കെ. സോ ഒരു ഹെവി പ്രൈസ് മൂവ്മെൻറ്റിനാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്പാൻഷൻ കഴിഞ്ഞ് വരുന്ന റിട്രേസ്മെൻറ്റിനാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു ഹെവി പ്രൈസ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ആര് മുന്നിലോട്ട് കൊണ്ടുപോകുമെന്നൊരു കൺഫ്യൂഷൻ വരും. ഈ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് നമ്മൾ ഇൻഡിസിഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ കുറച്ച് തിയറീസ് പറഞ്ഞുതരാം. ഓക്കെ. So after buyers pump the market, it goes up. Buyers will start losing interest and sellers will enter the market. ബയേഴ്സ് ഒരു സ്പെസിഫിക് സ്റ്റോക്ക് അല്ലെങ്കിൽ അസറ്റിനെ മേടിച്ച് മാർക്കറ്റ് പമ്പ് ആകുമ്പോൾ ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, അതുപോലെ സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടും. ആഫ്റ്റർ ബയേഴ്സ് പമ്പ് അവിടെ ചെറിയൊരു ബഗ്ഗായിരുന്നു. ഓക്കെ. സോ ആഫ്റ്റർ ബയേഴ്സ് പമ്പ് ദ മാർക്കറ്റ് ഇറ്റ് ഗോസ് അപ്പ്. ബയേഴ്സ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ് ആൻഡ് സെല്ലേഴ്സ് വിൽ എൻ്റർ ദ മാർക്കറ്റ്. ഐ മീൻ ഒരു ആസറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്റ്റോക്കിന് അല്ലെങ്കിൽ ക്രിപ്റ്റോനെ ബയേഴ്സ് മേടിച്ച് മുകളിലോട്ട് പമ്പ് ചെയ്യുമ്പോൾ ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും, അതുപോലെ സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടിയും വരും. ബയേഴ്സ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാൻ നോക്കും, സെല്ലേഴ്സ് മാർക്കറ്റിൽ നിന്ന് എൻ്റർ ആവാൻ നോക്കും. അതുപോലെ ആഫ്റ്റർ സെല്ലേഴ്സ് ഡം ദ മാർക്കറ്റ് ഇറ്റ് ഗോസ് ഡൗൺ. സെല്ലേഴ്സ് വിൽ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ് ആൻഡ് ബയേഴ്സ് വിൽ എൻ്റർ ദ മാർക്കറ്റ്. സെല്ലേഴ്സ് ഒരു സ്പെസിഫിക് ആസറ്റിനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കുറയും, അതുപോലെ ബയേഴ്സിന് ഇൻട്രസ്റ്റ് കൂടും. കാരണം ഹയർ പ്രൈസിലായിരിക്കും അവരുടെ ഇൻട്രസ്റ്റ്. താഴോട്ട് കൊണ്ടുവരുമ്പോഴോ അവരുടെ ഇൻട്രസ്റ്റ് കുറയും. വൈസ് വേഴ്സ നമ്മൾ ബയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ താഴോട്ട് വരുമ്പോഴാണ് അവരുടെ ഇൻട്രസ്റ്റ് കൂടുന്നത്. മനസ്സിലായില്ലേ? സോ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഈ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫിബനാച്ചി ടൂളിലെ 50%-നാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് കണക്ക് കൂട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് മേ ബി നെക്സ്റ്റ് വീഡിയോ തന്നെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. മനസ്സിലായില്ലേ? ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് വരാം. ഫ്രോം ദ സ്റ്റാർട്ടിങ്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ്, സപ്ലൈ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഫോർ സെയിൽ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഫോർ ബൈ. സപ്ലൈ ആൻഡ് ഡിമാൻഡും കോറിലേറ്റഡ് ആണ്. കാരണം ഒരു സെല്ലറിന് എപ്പോഴും ഒരു ബയറിനെ വേണം, ബയറിന് എപ്പോഴും ഒരു സെല്ലറിനെ വേണം. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ബയേഴ്സ് എന്ന് പറയുന്നത് ലോവസ്റ്റ് പ്രൈസിൽ മേടിക്കാൻ നോക്കും, സെല്ലേഴ്സ് ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കാൻ നോക്കും. ഹയസ്റ്റ് പ്രൈസിൽ ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറയും, ലോവസ്റ്റ് പ്രൈസിൽ സെല്ലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കുറയും. അത് കഴിഞ്ഞ് എസ് ഡി സൈക്കോളജി വന്നു. എസ് ഡി സൈക്കോളജിയിൽ താൻ എപ്പോൾ മേടിക്കുമെന്ന് പറയുന്നു, ലോവസ്റ്റ് പ്രൈസിൽ മേടിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നു. ഞാൻ എപ്പോൾ വിൽക്കുമെന്ന് പറയുന്നു, ഹയസ്റ്റ് പ്രൈസിൽ വിൽക്കാൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈ പ്രൈസസിൽ അയാൾ മേടിക്കത്തില്ല എന്ന് പറയുന്നു, ലോ പ്രൈസസിൽ ഇവർ വിൽക്കത്തില്ല എന്നും പറയുന്നു. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2-ൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ബയേഴ്സ് വിൽ ലുക്ക് ടു ബൈ അറ്റ് ദ ലോവസ്റ്റ് പ്രൈസസ് പോസിബിൾ. അതായത് ബയേഴ്സ് കുറഞ്ഞ വില മേടിക്കാൻ നോക്കുന്നു, സെല്ലേഴ്സ് കൂടിയ വില വിൽക്കാൻ നോക്കുന്നു. ബയേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് കൂടുന്തോറും അവരുടെ ഇൻട്രസ്റ്റ് കുറയുന്നു, സെല്ലേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് കൂടുന്തോറും അവരുടെ ഇൻട്രസ്റ്റ് കൂടുന്നു. സെല്ലേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് കുറയുന്തോറും ഇൻട്രസ്റ്റ് കുറയുന്നു, ബയേഴ്സ് എന്ന് പറയുന്നത് പ്രൈസ് കുറയുന്തോറും ഇൻട്രസ്റ്റ് കൂടുന്നു. ബയേഴ്സ് എപ്പോഴും അവർ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു അസറ്റിനെ മേടിച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത്. സെല്ലേഴ്സും അതുപോലെ ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ അസറ്റിനെ വിറ്റിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത്. ഓക്കെ. സോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. നെക്സ്റ്റ് നമുക്ക് ഇൻ ജനറൽ, ഹയർ ദ പ്രൈസ് മോർ സെല്ലേഴ്സ്. പ്രൈസ് കൂടുന്തോറും സെല്ലേഴ്സ് കൂടും, പ്രൈസ് കൂടുന്തോറും ബയേഴ്സിൻ്റെ ഒരു ഇത് കുറയും. പ്രൈസ് കുറയുന്തോറും ബയേഴ്സിൻ്റെ ഒരു ഇത് കൂടും, പ്രൈസ് കുറയുന്തോറും സെല്ലേഴ്സിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് കുറയും. എസ് ഡി സൈക്കോളജി #1 ഒന്നും കൂടി നമ്മൾ റിവൈൻഡ് ചെയ്തപ്പോൾ കുറഞ്ഞ വില മേടിക്കും, വലിയ വില വിൽക്കും, കുറഞ്ഞ വിലയിൽ ഞാൻ വിൽക്കത്തില്ല, വലിയ വിലയിൽ ഞാൻ മേടിക്കത്തില്ല. ആ രണ്ട് രീതിയിലുള്ള സൈക്കോളജി മാറുന്നത് ഉണ്ടോ. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇക്വിലിബ്രിയം തിയറി പറഞ്ഞു. പ്രൈസ് വിൽ നോട്ട് ആൾവേസ് പമ്പ്, പ്രൈസ് വിൽ നോട്ട് ഓൾവേസ് ഡംപ്, ദർ വിൽ ഓൾവേസ് ബി ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. സോ പ്രൈസ് ഒരിക്കലും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കത്തില്ല, പ്രൈസ് ഒരിക്കലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കത്തില്ല. അതിന് രണ്ടിനും ഇടയിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് വരും. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ കയ്യിലല്ല, മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ സ്റ്റേറ്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഹെവി പ്രൈസ് മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു റിട്രേസ്മെൻറ്റ് നമുക്ക് ഇക്വിലിബ്രിയം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ബയേഴ്സ് പമ്പ് ചെയ്തതിന് ശേഷം ബയേഴ്സിന് ഇൻട്രസ്റ്റ് കുറയുന്നു, സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കൂടുന്നു. അതുപോലെ സെല്ലേഴ്സ് ഒരു മാർക്കറ്റിനെ ഡംപ് ചെയ്തതിന് ശേഷം സെല്ലേഴ്സിന് ഇൻട്രസ്റ്റ് കുറയുന്നു, ബയേഴ്സിന് ഇൻട്രസ്റ്റ് കൂടുന്നു. ഈ രണ്ട് രീതിയിലുള്ള റീസൺസ് കാരണം നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 1 പഠിക്കാനുണ്ടായിരുന്നത്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
നെക്സ്റ്റ് വീഡിയോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് പാർട്ട് 2 ആയിരിക്കും. ഓക്കെ.